നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് അപർണ കസ്തൂരിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. എനിക്ക് എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇപ്പോഴെൻ്റെ അച്ഛൻ വല്ലാത്തൊരു അവസ്ഥപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നിന്നോടൊരു കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ പറ്റാത്തതെന്ന് പറയണം. ഈ സമയം കസ്തൂരി പറഞ്ഞു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അടുപ്പം നിനക്കറിയാലോ. നിന്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചുകൂടാ. എനിക്ക് വസുന്ധരാമേനെ ഭയങ്കര ഉള്ളതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഡൽഹിയെ കൊണ്ടുപോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാക്കാൻ സാധിക്കും എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു, എനിക്കറിയത്തില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നാളെ ആ കോടതിയിൽ ആ കേസിൻ്റെ വാദപ്രതിവാദങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പോവാം. കോടതി കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും അറിയത്തില്ല, തള്ളിപ്പോകുന്നൊന്നും അറിയത്തില്ല. സ്ട്രോങ് ആയിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ടുള്ള ടെൻഷനും കൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ ഇപ്പോൾ കൊണ്ടാതിരിക്കുന്നത്. ഒരു പക്ഷേ എൻ്റെ അമ്മയോടൊപ്പം നിൽക്കണോ അച്ഛനോടൊപ്പം ഈ സമയത്ത് നിൽക്കണമെന്ന അവസ്ഥയല്ല ഞങ്ങൾ. അച്ഛനിവിടെ ഇല്ലാതെ പറ്റില്ല കസ്തൂരി, അതുകൊണ്ടൊക്കെയാന്ന് പറയാണ്. ഈ സമയത്ത് കസ്തൂരി പറഞ്ഞു, എന്നാൽ ശരി ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയത്ത് അപർണ നേരെ തമ്പിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. തമ്പിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് എങ്ങനെയാണെങ്കിലും ഈ കേസിനകത്തൊന്ന് ഊരിപ്പോരാന്ന് പറയണം. തമ്പി പറഞ്ഞു, അതത്ര എളുപ്പമുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെന്ന് പറയാം. അതെന്താ? നിനക്കറിയാലോ, കാരണം ഈ കേസിനകത്ത് നല്ല സ്ട്രോങ് ആയിട്ട് സാക്ഷികളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം. അല്ല അച്ഛാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു പക്ഷേങ്കിൽ ഈ പറയുന്ന ആ CI നടരാജൻ, അയാൾ പണ്ട് CI ആയിരുന്നു, പക്ഷേങ്കിൽ അയാൾ ഇതിനകത്തൊന്ന് പിൻവാങ്ങിയാലോ എന്ന് ചോദിക്കണം. പിന്മാറാനോ? അതെ, അയാൾ സാക്ഷിമൊഴി കൊടുക്കാതിരുന്നാലോ എന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പി പറഞ്ഞു, അതൊരിക്കലും നടക്കില്ല എന്ന് പറയണം. നടക്കില്ലേ? അയാൾ നേരെ പോകുന്നുള്ള പ്രകൃതിക്കാരനാന്ന് പറയണം. അതുകൊണ്ട് അയാൾ ഉറപ്പായിട്ടും മൊഴി കൊടുക്കും. ഇനിയിപ്പോൾ അയാളെങ്ങാനും മാറിയെന്ന് വെച്ചോ, പക്ഷെ മാറിയെന്ന് വെച്ചാലും അതിനേക്കാളും വലിയ സ്ട്രോങ് ആയിട്ടുള്ള സാക്ഷി ഉണ്ടെന്ന് പറയണം. അതാരാ? അന്നത്തെ റൈറ്ററായിരുന്ന ഒരു രവീന്ദ്രൻ എന്ന് പറയണ. രവീന്ദ്രനോ? അതെ, കാരണം ഈ CI നടരാജനേക്കാളും കൂടുതൽ വില അയാളുടെ മൊഴിക്കുണ്ടെന്ന് പറയണം. അയാൾ കോടതി കൊടുന്ന് മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, കോടതി കേസ് മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ആ രാധാമണി വരച്ചൽ വന്ന് എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. കള്ളത്തരങ്ങളൊക്കെ അവൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, എന്ത് വന്നാലും അച്ഛൻ്റെ മോൾ അച്ഛനോടൊപ്പം ഉണ്ടെന്ന് പറയാണ്. ഈ സമയം തമ്പി മനസ്സിൽ കരുതി, ദൈവമേ എന്താവാനായിട്ടാ, ഇവള് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവള് തന്നെ 7 അയലക്കത്ത് പോലും അടുപ്പിക്കില്ല. ഇത്രയും കാലം ഇവളുടെ അമ്മയെ ഇവളെയൊക്കെ താൻ ചതിക്കുമായിരുന്നു. ജാനകി തൻ്റെ മോളാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് സഹിക്കാൻ പറ്റുമോ? ഇവളായിരിക്കും തന്നെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത്. അതൊക്കെ ഓർത്തപ്പോഴത്തേനും തമ്പിയുടെ നെഞ്ചു വിങ്ങി. അതിനു മുമ്പ് ആ പ്രശ്നത്തിന് ആ പ്രശ്നം എങ്ങനെയൊന്ന് സോൾവ് ആക്കണം. പിന്നീട് തമ്പി പറഞ്ഞു, മോളെ നീ ഉദ്ദേശിക്കുന്ന ഒരാൾ എളുപ്പമായിട്ടുള്ള കാര്യമില്ലെന്ന് പറയണം. അപ്പോഴേക്കും അപർണ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ അയാളുടെ വീട് വരെ ഒന്ന് പോയി നോക്കിയാലോ? ആരുടെ? അല്ല, ആ CI നടരാജൻ്റെ വീട് വരെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പി പറഞ്ഞു, അതെ, അയാളെ പോയി കണ്ട് സ്വാധീനിച്ചിട്ടൊന്നൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. പിന്നെ ആ രവീന്ദ്രൻ, അയാൾ വരാതിരുന്നാൽ മതിയായിരുന്നു പറയണം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് സമനിലേറ്റി. അപർണ പറഞ്ഞു, ഞാൻ അജയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം. പിന്നീട് അജയെ വിളിക്കുവാണ്. അജയെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണം എന്നൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജയ് പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം. അങ്ങനെ അജയ് തമ്പിയെ അപർണയും കാണാനായിട്ട് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് തമ്പി പറഞ്ഞു, എടോ നാളെ കോടതിയിൽ കേസ് വരുവാണ്, അതെ എന്ത് വില കൊടുത്തിട്ടാണ് ശരി, നാളെ എനിക്ക് ഈ കേസിൽ നിന്ന് ഊരി പോരണമെന്ന് പറയാം. അജയ് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ എല്ലാം ശ്രമിക്കുന്നുണ്ട്, ധൈര്യമായിട്ടിരിക്കുക തമ്പിയങ്കളെ, എന്താണെങ്കിലും എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാമെന്ന് പറയണം. അപർണ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിൽ നിന്ന് ഊരി വിടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അജയ്ക്ക്. ഉദ്ദേശിച്ചപ്പോൾ നല്ലൊരു ജീവിതം കിട്ടും. മാത്രമല്ല ഈ ഹണി റോസിൻ്റെ പിടിയിൽ നിന്ന് അജയ്ക്ക് രക്ഷപ്പെടാൻ ചെയ്യാം. എത്ര രൂപ വേണേലും കോടികളും വേണേലും അച്ഛൻ തരുമെന്ന് പറയണം. അജയ് പറഞ്ഞു, നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാമെന്ന് പറയണം. നമ്മൾ പണം കൊടുത്ത് നമുക്ക് സാക്ഷികളെ നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് പറ്റില്ലാത്ത ചിലരൊക്കെ ഉണ്ട്, നേരെ പോകുന്നുള്ള പ്രകൃതിക്കാർ. അപ്പോൾ അവരുടെ മുന്നിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. പിന്നെ കള്ളസാക്ഷികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു, പക്ഷേ സ്ട്രോങ് ആയിരിക്കണം, ഒരു കാരണവശാലും കേസ് മുന്നോട്ട് പോരാത്തതിന് ആ രാധാമണി വരസൽ ഇപ്പോൾ സംരക്ഷിക്കുന്ന അളകാപുരിയില്ലല്ലേ,
അവർ കോടതിയിലെത്തി എൻ്റെ അച്ഛനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അജയ് പറഞ്ഞു. അങ്ങനെ അവർ പറയാതെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ കൊടുമ്പിരി കൊണ്ട ചർച്ചയില്ല. ഈ സമയത്ത് അഭി വീട്ടിലേക്ക് വരുവാണ്. അഭി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയും രാധാമണിയും കൂടെ ഇറങ്ങി ചെല്ലുവാണ്. അപ്പോഴേക്കും അഭി ചോദിച്ചല്ല, എന്ത് പറ്റി? നിന്റെ അനുജത്തിനെ ഇവിടെ കണ്ടില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയതാന്ന് പറയണം. മിക്കവാറും വീട്ടിൽ പോയതായിരിക്കും എന്ന് പറയാം. അങ്ങനെ പിന്നെ കൊടുമ്പിരി കൂടെ ചർച്ചയായിരിക്കും. അച്ഛനും മോളും മിക്കവാറും അജയനും കൂടെ വിളിച്ചിട്ടുണ്ടായിരിക്കും. നാളത്തെ കേസ് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായിരിക്കും. പേടി കാരണം തമ്പി ഇപ്പം നെട്ടോട്ട് ഓടുമായിരിക്കും എന്ന് പറയാണ്. ഈ സമയം രാധാമണി പറഞ്ഞു, അയാൾ ഓടട്ടെ, ഇത്രയും കാലം എൻ്റെ ജീവൻ നശിപ്പിച്ചല്ലേന്ന് ചോദിക്കണം. അപർണ പറഞ്ഞു, അതേമ്മേ, ഒരു കാരണവശാലും കോടതിയിൽ അയാളെ വെറുതെ വിടല്ല. അയാൾ ഇത്രയും കാലം ചെയ്ത ക്രൂരതകൾക്കൊക്കെ അയാൾക്ക് നല്ല തിരിച്ചടി എന്നെ കൊടുക്കണമെന്ന് പറയണം. അമ്മ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും എല്ലാം അമ്മ കോടതിയിൽ വിളിച്ചു പറയണം. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള സാക്ഷികളും കൂടെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയണം. അമ്മയ്ക്ക് ആളെ പൂട്ടാൻ പറ്റുമെന്ന് പറയാം. രാധാമണി പറഞ്ഞു, എല്ലാം ഞാൻ സഹിച്ചാണ്, പക്ഷെ എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയില്ലേ, അതിന് കാരണക്കാരൻ അയാൾ ഒറ്റ ഒരുത്തനാണ്. പക്ഷെ അതെനിക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ല എന്ന് പറയാണ്. അഭി പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, അവൾ അപർണ വെറുതെ ഇരിക്കും തോന്നില്ല എന്ന് പറയാണ്. ജാനകി പറഞ്ഞു, അവൾ വെറുതെ ഇരുന്നാലും ഇല്ലേലും നമുക്കൊന്നുമില്ല അഭിയേട്ടാ, അവൾ കൂടുതൽ കളിച്ചിട്ടുണ്ടല്ലോ, അവളുടെ അച്ഛനെന്ന് പറഞ്ഞൊരുത്തൻ നടക്കുന്നുണ്ടല്ലോ, അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് എന്താണെങ്കിലും അവൾക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കുമെന്ന് പറയണം. കാരണം അയാൾ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ അവൾക്ക് പിന്നെ ഒരു പിടിച്ചേപ്പില്ലാതാവും. പിന്നെ അങ്ങനെ വരുന്ന അവൾക്കിട്ടുള്ള ഏറ്റവും വലിയ അടിയായിരിക്കും. ഞാൻ അവളുടെ അനുജിത്തിയാന്നുള്ള കാര്യം അവൾ അറിയണേ. അവളെക്കാളും മുന്നേ തമ്പിയുടെ മോളായതാണ് ഞാനെന്നുള്ള സത്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ അതിൽ പലൊരു തിരിച്ചടി കിട്ടാനില്ലെന്ന് പറയണം. തന്തയില്ലാത്തവൾ, അച്ഛനില്ലാത്തവൾ, അമ്മയില്ലാത്തവളെന്ന് പലതവട്ടം അവൾ എന്നെ വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ തല കുനിച്ച് അവളുടെ മുന്നിൽ നിന്നിട്ടുള്ളൂ. ഇപ്പോൾ ദൈവമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു അവസരം കൊണ്ട് തന്നിരിക്കുന്നു പറയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു, അത് ശരിയാ, എന്താണെങ്കിലും അയാൾ അകത്തേക്ക് പോട്ടെ, നമുക്ക് പിന്നീട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയണം. ഒരു കാരണവശാലും വെറുതെ വിടലെന്ന് പറയണം. ആ സമയത്ത് നിരഞ്ജന ഉണ്ണിത്താൻ വക്കീലിൻ്റെ അടുത്തേക്ക് വന്നു. പിന്നീട് അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. നാളെ കോടതിയിൽ കേസ് വന്നു കഴിയുമ്പം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ണിത്താൻ വക്കീൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിരഞ്ജനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് നിരഞ്ജന പറഞ്ഞു, ഏത് വിധേയനും നമുക്ക് ഈ കേസ് ജയിച്ചാൽ മതിയാവുള്ള അച്ഛാ, ഇതെൻ്റെ പ്രസ്റ്റേജിൻ്റെ പ്രശ്നങ്ങളുകയാണ്. ഒരു വശത്ത് എൻ്റെ ഭർത്താവാണ്, പിന്നെ എനിക്ക് ജാനിയടുത്തേക്കും അമ്മയ്ക്കും നീതി വാങ്ങിച്ചു കൊടുക്കണം. ഒരു കാരണവശാലും അവർ എല്ലാവരുടെ മുന്നിൽ നാണം കെടാൻ ഇടയാവരുത്. ഈ കേസിൻ്റെ പിന്നാലെ പോയെന്നും പറഞ്ഞുകൊണ്ട് ജാനിയടുത്തി ആരാന്നുള്ള സത്യം അതിനുശേഷം മാത്രം അപർണയെ അറിയാൻ പാടുള്ളൂ പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം എൻ്റെ ശ്രമം എന്ന് പറയണം. ഉണ്ണിത്താൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോ, നാളത്തെ ദിവസം നിനക്കായിരിക്കും വിജയം കിട്ടാൻ പോകുന്നത്, നമ്മൾ വിജയിക്കും, കോടതിയിൽ എന്താണെങ്കിലും ഈ കേസ് റീഓപ്പൺ ചെയ്യുമെന്ന് പറയണം. അങ്ങനെ നിരഞ്ജന സന്തോഷത്തോടായിട്ടാണ് കേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജന കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴേക്കുമാണ് അജയുടെ കോള് വരുന്നത്. അജയ് വിളിച്ചിട്ട് നിരഞ്ജനയ്ക്ക് ഓൾ ദി ബെസ്റ്റ് പറയാണ്. ഈ സമയം നിരഞ്ജന തിരിച്ചും പറഞ്ഞു. നിരഞ്ജന പറഞ്ഞു, നമുക്ക് കോടതിയിൽ വെച്ച് കാണാമെന്ന് പറയാണ്. പിന്നീട് അജയ് പറഞ്ഞു, നിരഞ്ജന നിനക്ക് ഇനിയും സമയമുണ്ട്, നീ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നത് നല്ലത്, നിനക്ക് നാണക്കേടുണ്ടാക്കുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേ എങ്കിൽ ഒരു വക്കീലിൻ്റെ ഏറ്റവും പ്രധാന ധർമ്മം തന്നെ ഏൽപ്പിച്ച കേസ് അത് നല്ല രീതിയിൽ വിജയിപ്പിക്കുക എന്നുള്ളതല്ലേ. അതിന് വേണ്ടിയിട്ട് ഏത് മാർഗം സ്വീകരിക്കാനായിട്ടും ഞാൻ തയ്യാറാകും. സത്യത്തിൻ്റെ നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ കേസ് വിജയിപ്പിച്ചെടുക്കുമെന്ന് പറയണം. അങ്ങനെ അജയനെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനി എന്തായാലും കോടതിയിലെ കേസ് റീഓപ്പൺ ആവും. കേസ് തള്ളിപ്പോകുന്ന ഓർത്തിരിക്കും തമ്പിക്കിട്ട് നല്ല പണി തന്നെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.